കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ കെ റെയിലിന് ബദലായി ബിജെപിയും കോൺഗ്രസും സജീവമായി ഉയർത്തിക്കാട്ടിയിരുന്ന ഷൊർണൂർ മംഗളൂരു മൂന്നാമത്തെയും നാലാമത്തെയും റെയിൽപാത പദ്ധതികൾ അനിശ്ചിതത്വത്തിൽ. പാലക്കാട് ഡിവിഷനിൽ നിന്നും മംഗളൂരു മേഖലയെ അടർത്തിമാറ്റി മൈസൂരു ഡിവിഷനിൽ ചേർത്ത നടപടി ഷൊർണൂർ മംഗളൂരു പാതയുടെ യാഥാർത്ഥ്യവൽക്കരണത്തിന് കനത്ത തിരിച്ചടിയാകുമെന്ന ആശങ്ക ശക്തമായി. ഷൊർണൂർ മംഗളൂരു റൂട്ടിൽ മൂന്നാമത്തെയും നാലാമത്തെയും റെയിൽപാതയ്ക്കായി DPR തയ്യാറാക്കുന്നുണ്ട്. ഇതിനുള്ള ലിഡാർ സർവേ പൂർത്തിയായി. പാതയുടെ അലൈൻമെന്റ് തീരുമാനം അന്തിമഘട്ടത്തിലാണ് എന്ന് കഴിഞ്ഞ ഫെബ്രുവരി 6-ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് രാജ്യസഭയിൽ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഈ പ്രഖ്യാപനം നിലനിൽക്കെയാണ് മംഗളൂരു മേഖലയെ സതേൺ റെയിൽവേയിൽ നിന്നും സൗത്ത് വെസ്റ്റ് റെയിൽവേയുടെ ഭാഗമായ മൈസൂരു ഡിവിഷനിലേക്ക് മാറ്റി ഉത്തരവിറക്കിയിരിക്കുന്നത്. കെ റെയിൽ വിരുദ്ധ പ്രക്ഷോഭങ്ങളുടെ സമയത്ത് മണിക്കൂറിൽ 130 കിലോമീറ്റർ വേഗതയിൽ ട്രെയിനുകൾ ഓടിക്കാവുന്ന വളവില്ലാത്ത 3ഉം 4ഉം പാതകൾ കൊണ്ടുവരുമെന്ന് കാണിച്ച് മലബാറിലെ യാത്രാ പ്രശ്നങ്ങൾക്ക് ഇതൊരു ഒറ്റമൂലിയായി പ്രചരിപ്പിക്കപ്പെട്ടിരുന്നു. കെ റെയിലിന് ബദലായി അതിവേഗ പാത എന്ന വാഗ്ദാനം നൽകി ജനങ്ങളെ തൃപ്തിപ്പെടുത്താൻ ശ്രമിച്ച പ്രതിപക്ഷത്തിനും കേന്ദ്ര സർക്കാരിനും പുതിയ ഉത്തരവ് കനത്ത തിരിച്ചടിയായിരിക്കുകയാണ്. പാത ഇരട്ടിപ്പിക്കലിന് പുറമെ ലൂപ്പ് ലൈനുകൾ, അതായത് ട്രെയിൻ മറികടക്കാൻ ചെറിയ ദൂരത്തിലുള്ള 3ഉം 4ഉം ട്രാക്കുകൾ, അത്യാധുനിക സിഗ്നലിംഗ് സംവിധാനങ്ങൾ, ട്രാക്കുകളിൽ സുരക്ഷാ വേലികൾ സ്ഥാപിക്കൽ എന്നിവ ഉടൻ വരുമെന്നായിരുന്നു പ്രധാന വാഗ്ദാനങ്ങൾ. പുതിയ 6 ലൂപ്പ് ലൈനുകളും 4 ഹോൾഡിംഗ് യാർഡുകളും, അതായത് താൽക്കാലിക നിർത്തിയിടൽ കേന്ദ്രം സ്ഥാപിച്ച് ട്രെയിനുകളുടെ വേഗം കൂട്ടുമെന്ന വാർത്തകളും വികസന നായകന്മാർ പ്രചരിപ്പിച്ചിരുന്നു. എന്നാൽ മംഗളൂരു മേഖല കൈവിട്ടു പോയതോടെ ഇതിൽ പല പദ്ധതികളും കടലാസിൽ ഒതുങ്ങാനാണ് സാധ്യത. കാസർഗോഡ് കുമ്പള കഴിഞ്ഞ് വെറും 29 കിലോമീറ്റർ അകലെയുള്ള ഉള്ളാൾ എത്തിയാൽ റെയിൽവേ സോൺ ഇനി സൗത്ത് വെസ്റ്റായി മാറും. അതുകൊണ്ട് തന്നെ ഉള്ളാൾ മുതൽ പനമ്പൂർ വരെയുള്ള മേഖലയിലെ ഇനി അങ്ങോട്ടുള്ള പുതിയ പാത വികസനവും ഇൻഫ്രാസ്ട്രക്ചർ നവീകരണവും സംബന്ധിച്ച അന്തിമ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നത് കർണാടക കേന്ദ്രീകരിച്ചുള്ള മൈസൂരു ഡിവിഷനിൽ നിന്നായിരിക്കും. ഇത് മലബാറിന്റെ റെയിൽവേ വികസന താൽപര്യങ്ങൾക്ക് കനത്ത പ്രഹരമാകും. നിലവിൽ ഷൊർണൂർ മംഗളൂരു പാതയിലെ 90% ട്രാക്കുകളും പൂർണ്ണശേഷിയിലാണ് ഉപയോഗിക്കപ്പെടുന്നത്. പാതയിലെ ശേഷിക്കുറവ് കാരണം കേരളത്തിലേക്ക് പുതിയ ട്രെയിൻ സർവീസുകൾ അനുവദിക്കാൻ റെയിൽവേ എന്നും മടി കാണിച്ചിരുന്നു. നിലവിലുള്ള ട്രാക്കിന് ബദലായി 3ഉം 4ഉം പാതകൾ കൂടി യാഥാർത്ഥ്യമാകാതെ വന്നാൽ മലബാറിലെ യാത്രാ ദുരിതം ഇരട്ടിക്കും. ഓണക്കാലത്തും മറ്റ് വിശേഷ ദിവസങ്ങളിലും മലബാറിലെ കടുത്ത തിരക്ക് പരിഹരിക്കാൻ പാലക്കാട് ഡിവിഷൻ സതേൺ സോണിൽ സമ്മർദ്ദം ചെലുത്തിയാണ് പ്രത്യേക ട്രെയിനുകൾ അനുവദിച്ചിരുന്നത്. എന്നാൽ പുതിയ ഭൂപടം അനുസരിച്ച് ഇത്തരം സ്പെഷ്യൽ ട്രെയിനുകൾക്ക് വടക്കോട്ടെത്താനും മംഗളൂരു വഴി കടന്നു പോകാനും ഇനി സൗത്ത് വെസ്റ്റ് സോണിന്റെ കൂടി കനിവും അനുമതിയും തേടേണ്ടി വരും. കർണാടക സംസ്ഥാനത്തിന്റെ റെയിൽവേ വികസനത്തിന് മുൻഗണന നൽകുന്ന മൈസൂരു ഡിവിഷൻ കേരളത്തിന്റെ യാത്രാ ആവശ്യങ്ങൾക്കായി ഷൊർണൂർ മംഗളൂരു പാതയുടെ വികസനത്തിന് എത്രത്തോളം പ്രാധാന്യം നൽകുമെന്ന കാര്യത്തിൽ സംശയങ്ങൾ നിഴലിക്കുന്നുണ്ട്. കേരളത്തിന്റെ 3ഉം 4ഉം പാത എന്ന ആവശ്യത്തിന്മേൽ മൈസൂരു ഡിവിഷൻ അനുകൂല നിലപാട് എടുത്തില്ലെങ്കിൽ പദ്ധതി എന്നേക്കുമായി വഴിമുട്ടും. മംഗളൂരുവിലെ പ്രധാന ഗുഡ്സ് റെയിൽവേ ടെർമിനലുകളും വരുമാന സാധ്യതയുള്ള യാത്രാ കേന്ദ്രങ്ങളും മൈസൂരു ഡിവിഷനിലേക്ക് മാറിയതോടെ പാലക്കാട് ഡിവിഷന്റെ വരുമാനത്തിൽ വലിയ ഇടിവുണ്ടാകും. ഡിവിഷന്റെ പ്രാധാന്യം കുറയുന്നതോടെ ഷൊർണൂർ ഭാഗത്തു നിന്നുള്ള പുതിയ വികസന പദ്ധതികൾക്കായി ഫണ്ട് അനുവദിക്കുന്നതിൽ നിന്നും സതേൺ റെയിൽവേ പിന്നോക്കം പോകാനും സാധ്യതയേറെയാണ്. കെ റെയിലിനെതിരെയുള്ള രാഷ്ട്രീയ ബദലായി കാണിച്ച പാത വികസന വാഗ്ദാനം അട്ടിമറിക്കപ്പെട്ടതോടെ മലബാറിലെ യാത്രകൾ കടുത്ത ആശങ്കയിലാണ്. സതേൺ റെയിൽവേയുടെയും സൗത്ത് വെസ്റ്റ് റെയിൽവേയുടെയും വാദപ്രതിവാദങ്ങൾക്കിടയിൽപ്പെട്ട് 3ആം പാതയും 4ആം പാതയും അനാഥമാകുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ശക്തമാകുന്നത്.